വക്കാലത്ത് ഒഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം എന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീ വസന്തിന്റെ മറുപടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് സർക്കാരിന് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് തന്നെയാണ്. ബാക്കിയെല്ലാം അദ്ദേഹം ലീഗൽ ഇൻട്രിക്കസീസ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം അന്വേഷണം നടക്കുന്ന ഒരു കേസ്, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കേസ്, ഹൈക്കോടതി നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കേസ്, ആ കേസിൽ ഭക്തരുടെ സ്വർണം സംരക്ഷിക്കുന്നതിന് നിയമപരമായും ധാർമ്മികമായും ബാധ്യതയുള്ള സംസ്ഥാന സർക്കാർ ആ കേസിൽ സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് ആരോപിക്കപ്പെടുന്ന എവിടെ വെച്ചാണോ സ്വർണം വേർതിരിച്ചെടുത്തിരിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ വക്കീലായി പ്രവർത്തിച്ചിരുന്ന ഒരാളിന് അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ ഒരു നിയമനം നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഈ വിഷയത്തിനെ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയാണ്. സ്വർണം സംരക്ഷിക്കേണ്ടുന്ന സർക്കാർ അത് തട്ടിയെടുത്തയാളിന്റെ വക്കീലിനെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. ശ്രീ കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞതാലോചിച്ച് നോക്കൂ, അത് ട്രോളാണ് എന്നും അതൊരു കുത്താണ് എന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്ന പല ആൾക്കാരുണ്ട്. എന്തൊക്കെയായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പുറത്ത് നിന്നിരുന്ന ഒരാൾ ഇപ്പുറത്ത് വരുന്ന സമയത്ത് നമുക്ക് കേസിന് നല്ലതല്ലേ എന്നാണ്. എന്ന് വെച്ചാൽ വക്കാലത്ത് ഒഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, അപ്പുറത്ത് നിന്നയാളാണ് എന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിന് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. നോക്കൂ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഈ ലീഗൽ ഇൻട്രിക്കസീസിലേക്കൊന്നും ആരും പോകുന്നില്ല. LDF ഭരണത്തിലിരിക്കുന്ന സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നീതിപൂർവകമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കില്ല എന്നുള്ള ഒരു ആശങ്കയായിരുന്നു ഇവിടുത്തെ വിശ്വാസികൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ മാറി വന്ന സമയത്ത് ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമുണ്ടായി. പക്ഷെ ഈ നിയമനം നടത്തുമ്പോൾ ഈ അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസം തിരികെ റെസിപ്രൊക്കേറ്റ് ചെയ്യാനായിട്ട് ഈ സർക്കാർ ബാധ്യസ്ഥമാണ് എന്ന് കരുതിയ ആൾക്കാരോട് ഈ സർക്കാർ പുച്ഛിക്കുകയാണ്, അവരുടെ മുഖത്ത് നോക്കി തുപ്പുകയാണ് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. കാരണം സാധാരണഗതിയിൽ ഒരു സീനിയർ ഗവൺമെന്റ് പ്ലീഡറാണ് ദേവസ്വത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായിട്ട് ഒരാളിനെ വെക്കുന്നു. ഏതെങ്കിലും ഒരു ദേവസ്വത്തിനല്ല, എല്ലാ ദേവസ്വത്തിൻ്റെതും കൂടിയിട്ടുള്ള ഒരു ഓവർ ആർച്ചിങ് ആയിട്ടുള്ള ഒരു ചുമതലയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർക്ക് സബ്ജക്ട് ടു കറക്ഷൻ, ഞാൻ ഒരു ലീഗൽ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ആണ് എങ്കിൽ സാധാരണഗതിയിലുള്ള റിട്ടയർമെന്റ് ഏജ് അദ്ദേഹത്തിന് ബാധകമാവില്ല എന്നാണ്. എന്ന് വെച്ചാൽ സർക്കാരിന്റെ താല്പര്യത്തിന് വേണ്ടി ഈ കേസിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണയുള്ളപ്പോൾ ഈ ഒരു നിയമനത്തിന് വേണ്ടി ഒരു പദവി ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ ഇവിടെ പ്രതിഷ്ഠിച്ചു. 2, ഇനി ലീഗൽ ഇൻട്രിക്കസീസിലേക്ക് പോയാലോ. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിനെ തടയുന്ന നിയമങ്ങൾ അഡ്വക്കേറ്റ്സ് ആക്ടിലുണ്ട്. അതിനെ തുടർന്നിട്ടാണ് നേരത്തെ ശ്രീ പ്രജി പറഞ്ഞതുപോലെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ആ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വക്കാലത്ത് ഒഴിഞ്ഞു എന്നുള്ള കാരണത്താൽ മാറുന്നില്ല. കാരണം ആ കേസിന്റെ പെൻഡൻസിയാണ് ഇപ്പോഴും. ആ കേസ് തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല.